ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആളൂക്കാരൻ ജുവല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് 925 സ്റ്റെർലിംഗ് സിൽവർ ഓർണമെന്റ്സ്. അണ്ടത്തോട് കടൽഭിത്തി നിർമ്മാണത്തിന് കല്ലുമായി വന്ന ലോറി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. LDF പ്രവർത്തകർ ജനകീയ സമരസമിതി പ്രവർത്തകരുടെ നീക്കത്തെ തടഞ്ഞത് പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ആവശ്യമായ പഠനം നടത്താതെയാണ് അണ്ടത്തോട് ബീച്ചിൽ കടൽഭിത്തി നിർമ്മാണം നടത്തുന്നതെന്നും ഇത് നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജനകീയ സമരസമിതി പ്രവർത്തകർ ലോറികൾ തടഞ്ഞത്. ദിവസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ കല്ലുമായി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഇവരുമായി ചർച്ച നടത്തിയതിനു ശേഷം മാത്രം കല്ലിറക്കൂ എന്നറിയിച്ചതോടെയാണ് അന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം NK അക്ബർ MLA യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഇതിനിടയിൽ ഒരു വിഭാഗം നാട്ടുകാർ ജനകീയ സമരസമിതി രൂപീകരിക്കുകയും ചെയ്തു. കല്ലുമായി എത്തിയ ലോറി ഇന്നലെയും ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. ഇറിഗേഷൻ വകുപ്പുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിച്ച ശേഷമല്ലാതെ കല്ലിറക്കില്ലെന്നുമായിരുന്നു ജനകീയ സമരസമിതി ഭാരവാഹികളെ ഇന്നലെ അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും കല്ലുമായി ലോറി എത്തിയപ്പോഴാണ് സമരസമിതി വാഹനം തടഞ്ഞത്. ഇതോടെ LDF പ്രവർത്തകർ സ്ഥലത്തെത്തി ജനകീയ സമരസമിതി പ്രവർത്തകരുടെ നീക്കത്തെ ചെറുത്തു. ഇത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതോടെ കൂടുതൽ പോലീസ് എത്തി ഇരു കൂട്ടരെയും ശാന്തരാക്കുകയായിരുന്നു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.